നീ ഒരു കാര്യം ചെയ്യ്, ആ മേനോൻ സാറിന്റെ ശബ്ദം ഒന്നുകൂടെ പറ, ഞാനൊന്ന് കേട്ടെ. നിങ്ങൾ സാഹിത്യകാരന്മാർക്ക് ഞങ്ങൾ മിമിക്രിക്കാരെ പുച്ഛമല്ലേ, തൽക്കാലം കാണിക്കുന്നില്ല. എടാ, ഞങ്ങൾ ഇങ്ങനെ പറയുമെങ്കിലും ഞങ്ങൾ രഹസ്യമായി ആസ്വദിച്ച് ചിരിക്കുന്നത് ഇത്തരം ഐറ്റങ്ങൾ കാണുമ്പോഴാണ്. എടാ, ബുദ്ധിജീവികൾ പരസ്യമായി ചിരിക്കാൻ പാടില്ല. എന്ത് തമാശ കേട്ടാലും പൈൽസ് പിടിച്ച മുഖഭാവത്തോടിരുന്നോണം, ദാ ഇങ്ങനെ. എന്നാലേ ബുദ്ധിജീവിയാവൂ. പപ്പേട്ടനറിയോ, മിമിക്രിയില് ഇതുവരെ ആരും ചേത്തൊരായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു കയറ്റിയിട്ട് അയാളുടെ ശബ്ദം ഓൺ ദ സ്പോട്ടിൽ ഞാൻ അനുകരിക്കായിരുന്നു. പോടാ, വെറുതെ പുളു പഠിക്കുന്നു. എന്റെ പ്രോഗ്രാം കണ്ടിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. വേണ്ട, പപ്പേന്റെ ശബ്ദം ഇപ്പൊ ഞാൻ അനുകരിച്ചു കാണിച്ചു. ഒരു സാഹിത്യകാരനായിട്ട് ഞാൻ ചോദിക്കുക, ഈ ദിസ്കോവസ്കി എന്ന ബ്രാൻഡ് നീ ഏത് ബാറിൽ നിന്നാണ് കഴിച്ചത്? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുക. എന്റെ ശബ്ദം ഒരു മെനക്കെട്ട ശബ്ദമായതുകൊണ്ട് പെട്ടെന്ന് അനുകരിക്കാൻ പറ്റും.